കഴിഞ്ഞ ദിവസം രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷത്തിലായിരുന്നു. എന്നാൽ വളരെ പ്രത്യേകതയുള്ള ലളിതമായ ഒരു സ്വാതന്ത്ര്യദിനാഘോഷം തലസ്ഥാനത്ത് നടന്നിരുന്നു. ജില്ലയിലെ വനിതാ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ആദരിച്ചുകൊണ്ടായിരുന്നു ആ ആഘോഷം. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഒരു സ്വാതന്ത്ര്യദിനം മാത്രമായിരുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കഴിഞ്ഞുപോയത്. പുരുഷമേധാവിത്വത്തിന്റെ മേച്ചിൽപ്പുറങ്ങളായിരുന്ന തൊഴിൽ മേഖലകളിൽ കരുത്തു തെളിയിച്ച് കുടുംബത്തിന് തണലാകാൻ തങ്ങൾക്കും സാധിക്കുന്ന ഓർമ്മപ്പെടുത്തലിന്റെ ദിനം കൂടിയായിരുന്നു. ഡ്രൈവർ മേഖല വരാൻ എൻ്റെ കുടുംബ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അതിനു മുൻപേ വേറെ കൂലിപ്പണിക്കും അതിനും ചുമക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ അതിൽ നിന്ന് എനിക്ക് ഇതിൽ കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഈ ഓട്ടോ ഫീൽഡിൽ വന്നതുകൊണ്ട് ഞാൻ നശിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നേടിയിട്ടുണ്ട്. പലരും വർഷങ്ങളായി തലസ്ഥാന നഗരിയിലെ സാരഥികളാണ്. ഏതിരുട്ടിലും നഗരത്തിന്റെ മുക്കും മൂലയും കാണാപ്പാടമാണ് ഇവർക്ക്. കുടുംബത്തിന്റെ ചുമതലകളും പേറി രാവന്തിയോളമുള്ള ഓട്ടത്തിനിടയിൽ തേടിയെത്തിയ അംഗീകാരത്തിന്റെ നിറവിലാണ് ഈ വനിതകൾ. മക്കളുടെ പഠിപ്പുക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു മക്കളാണ്. മൂത്ത കുട്ടി +1 ആണ്. ആ പഠിപ്പുക്കാണി മാത്രം ഈ നാട്ടിൽ മറ്റെല്ലാ സ്റ്റേറ്റിനാണ്, എല്ലാ അതർ സ്റ്റേറ്റാണ്, എല്ലാ നാടും ഇവിടെ യു ആർ വെരി ബെസ്റ്റ് കേരള വൺ. എഡ്യൂക്കേഷൻ നമ്പർ 1, റെസ്പോൺസ്, കൾച്ചർ വെരി ഗുഡ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും മാലിന്യം കുറഞ്ഞ CNG ഇന്ധനത്തിന്റെ പ്രചരണത്തിനും വേണ്ടി തിങ്ക് ഗ്യാസ് എന്ന കമ്പനിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വനിതാ ഡ്രൈവർമാർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.